കൂട്ടുകാരെ, സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യണം. അതെ, ക്രിയേറ്റീവ് പെറ്റൽസിന്റെ ഈ പുതുവർഷത്തിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റർ പി യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ പാരറ്റ് വരയ്ക്കാന്നുള്ള ഒരു കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പാരറ്റ് വരയ്ക്കാം പി വെച്ചിട്ട്. ലെറ്റർ പി ആദ്യം വേണ്ടത് ലെറ്റർ പി വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചെരിച്ചാണ് വരയ്ക്കുന്നത്. ലെറ്റർ പിയുടെ ഈ വാലത്തിരി ചെരിച്ച് വരച്ചു. അത് നമുക്ക് ബാക്കി പാരറ്റിന്റെ ബാക്കി ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മള് ഇതുണ്ടോ, ഇതുപോലെ വരയ്ക്കണം. അതായത് പാരറ്റിന്റെ കഴുത്ത് ഭാഗത്ത് റെഡ് കളർ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അടുത്തായി വരയ്ക്കാൻ പോകുന്ന പാരറ്റിന്റെ കൊക്കാണ്. കൊക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, ഇങ്ങനെയാണ് ഇരിക്കുക പാരറ്റിന്റെ കൊക്ക്. അതായത് നമ്മള് ഇങ്ങനെ വരച്ചിട്ട് താഴെ ഒരു എസ് ഇടുന്നത് പോലെ, എന്നിട്ട് അതിന്റെ താഴേക്ക് ഇങ്ങനെ വരാവും. ഓക്കെ, എന്നിട്ട് ഇനി നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു കണ്ണ് വരയ്ക്കാം. കണ്ണ് വരയ്ക്കാൻ എങ്ങനെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിനു മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ രണ്ട് സർക്കിൾ വരച്ചിട്ട് കുറച്ച് വൈറ്റ് പോർഷൻ വിടുക. അപ്പൊ ഇനി നമ്മൾ ബോഡി പാർട്ട് വരയ്ക്കാൻ പോവാണ്. ഇനി നമ്മൾ ചിറക് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, വാല് വരച്ചു. രണ്ട് കാല് വരച്ചു. എപ്പോഴും ഈ തത്തയൊക്കെ ഇവിടെ പാരറ്റ് എല്ലാം മരത്തിന്റെ ശാഖകളിലാണ് ഇരിക്കുക അല്ലേ? ബ്രാഞ്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രാഞ്ചസ് ഒക്കെ മാവിന്റെയും പല മരങ്ങളുടെയും ബ്രാഞ്ചസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. എന്നിട്ട് അപ്പൊ നമ്മള് പി ഫോർ പാരറ്റ്, പാരറ്റിന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ വരും. അപ്പൊ ഞങ്ങളെ ക്രിയേറ്റീവ് പെറ്റൽസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യണം. ഇനിയും വരുന്നവരെ നമുക്ക് ബൈ പറയാം.